നമസ്കാരം. ശബരിമലയുടെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് ഞെട്ടുന്നതാണ് കേൾക്കുന്നത്. എത്ര പ്രാവശ്യം ഞെട്ടണം എന്നറിയാത്ത രീതിയിലുള്ള ഞെട്ടലോട് ഞെട്ടലാണ് വീണ്ടും പുറത്തു വരുന്നത്. 2019 മുതലാണ് അവിടെ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നാണ് നമ്മൾ കേട്ടത്. അങ്ങനെയാണ് ഈ കേസെല്ലാം മുമ്പോട്ട് പോയത്. ജില്ലാ ജഡ്ജിയായിരുന്ന ജയകൃഷ്ണൻ്റെ ഒരു റിപ്പോർട്ട് പോയി. ആ റിപ്പോർട്ടിൽ നിന്ന് ബേസ് ചെയ്തിട്ട് ചില സൂചനകൾ ഹൈക്കോടതി പറഞ്ഞു. ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ചില വാചകങ്ങൾ അടിച്ചു. ഇതെല്ലാം കൂടെ കൂട്ടി യോജിച്ചാണ് അങ്ങനെ വന്നത്. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് എസ് ഐ ടി എന്ന് പറയുന്ന സംവിധാനം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, പ്രത്യേക ദൗത്യ സംഘം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 1998 എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 27 വർഷം മുമ്പ്, അപ്പോൾ പിന്നെ UDF കാലത്തും ഉണ്ടല്ലോ, 27 വർഷത്തെ ശബരിമലയുടെ ചരിത്രം പരിശോധിക്കപ്പെടണം. ഇഴ കീറി പരിശോധിക്കണം, തലമുടി നാരിഴ കീറി പരിശോധിക്കണമെന്നാണ് SIT പറഞ്ഞിരിക്കുന്നത്. കാരണം 27 വർഷമായി ഒരു ക്ഷേത്രത്തിൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമാണ്, എത്ര ഭയാനകമാണ്. ഇതുകൊണ്ട് കൂടിയാണോ അയ്യപ്പന് ദേഷ്യം വന്നിട്ട് ഇവിടെ പ്രളയം വന്നതെന്നും ഉരുൾപൊട്ടിയതെന്നും ഒക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. പ്രകൃതിയുടെ ഒരു നിവർത്തിയില്ലായ്മ കൊണ്ട് നിലവിളിയായി അത് വന്നതാണോ എന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ മുരാരി ബാബു, ഇപ്പൊ ജയിലിൽ കിടക്കുന്ന മുരാരി ബാബു, ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ ഓഫീസറായിരുന്നപ്പോൾ അവിടുത്തെ സ്വർണ്ണ തിരുവാഭരണം അടിച്ചു മാറ്റി എന്നൊരു കേസും ഇന്നലെ വന്നിട്ടുണ്ട്. ശബരിമല പോലെ തന്നെ വൈക്കത്ത് അയ്യപ്പൻ്റെ വിഗ്രഹവും അവിടുത്തെ സംവിധാനങ്ങളും അടിച്ചുകൊണ്ട് പോകാൻ ഏറ്റുമാനൂര്, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അത് വേറെ ടീമാണ്. ഇങ്ങനെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ കൊള്ള അടിച്ചുകൊണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡുകളുടെ എല്ലാ ദേവസ്വത്തിൻ്റെയും, ഗുരുവായൂർ ദേവസ്വമായാലും മലബാർ ദേവസ്വമായാലും തിരുവിതാംകൂർ ദേവസ്വമായാലും എല്ലാ ദേവസ്വത്തിൻ്റെയും അമ്പലങ്ങൾ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കേണ്ടതുണ്ട്. ഭക്തന്മാരെയും വിശ്വാസികളെയും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു സോഷ്യൽ ഓഡിറ്റ് അവിടെ നടക്കേണ്ടതുണ്ട്. അത് കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തി കിണ്ടി മുതൽ അല്ലെങ്കിൽ ചെറിയ പാത്രം മുതൽ തിരുവാഭരണം വരെയുള്ള വിഗ്രഹങ്ങൾ വരെയുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങൾ വരെയുള്ള സകല വസ്തുക്കളും അതിന് അടിച്ചോണ്ട് പോയിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ലോബികൾ പോലും ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥകളുണ്ട്. അപ്പോൾ SITയുടെ ഇപ്പോഴത്തെ ചില നിഗമനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. കോടതി പറയുന്നു കുഴപ്പമില്ല, അത് നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കോളൂ എന്ന് പറയുന്നു. ആവശ്യമായ ഉദ്യോഗസ്ഥരെ കൊടുത്തിരിക്കുന്നു. 3 ഘട്ടങ്ങളിലായി ആവശ്യമായ സമയവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SIT വളരെ കോൺഫിഡൻസിലാണ്. ഇനി ഒരുപാട് ഉന്നതരുടെ പേര് SIT കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതിൽ ഹൈക്കോടതി സംതൃപ്തരാണ്. ആ ഉന്നതരെ ഇനി ചോദ്യം ചെയ്യണം. അതാണ് അടുത്ത ജോലി. ഉന്നതരെ ഓരോരുത്തരെയായിട്ട് ഉന്നതരെ ചോദ്യം ചെയ്യണം, മൊഴിയെടുക്കണം. അത് ഡൽഹിയിൽ പോയി എടുക്കേണ്ടി വരും, കേരളത്തിൽ എടുക്കേണ്ടി വരും, ചെന്നൈയിൽ പോയി ജയറാമിൻ്റെ പോലുള്ളവർ എടുക്കേണ്ടി വരും, വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി എടുക്കേണ്ടി വരും. പക്ഷെ എന്തായാലും അത് എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുമ്പോൾ 1998 മുതൽ തുടങ്ങി 2000, പിന്നെ 25 വർഷം, 27 വർഷത്തെ ശബരിമലയുടെ കണക്കെടുക്കുമ്പോൾ ശരിക്കു പറഞ്ഞാൽ അവിടുത്തെ കോടാനുകോടി രൂപയുടെ സ്വത്ത് ആളുകൾ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടാകാം. ഇത്ര ഭയാനകമാണ് ഈ കടൽ കൊള്ള. അല്ലെങ്കിൽ സാധാരണ ഒരു മോഷണം, ഏതെങ്കിലും ഒരു വസ്തു എടുത്തുകൊണ്ട് പോയി, അങ്ങനല്ല. ഇത് കടൽ കൊള്ളയാണ്, പകൽ നടന്ന കൊള്ളയാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ ഒരു കള്ള തസ്കരൻ വന്ന്, അല്ലെങ്കിൽ 1-2 തസ്കരന്മാർ വന്ന് കണ്ണ് മൂടിക്കെട്ടി അല്ലെങ്കിൽ ഈ മുഖംമൂടിയൊക്കെ ഇട്ട് അവരെടുത്തുകൊണ്ട് പോയതല്ല ശബരിമലയിലെ മോഷണം. പട്ടാപ്പകൽ തന്ത്രിയുടെ, പോറ്റിമാരുടെ, മേൽശാന്തി, കീഴ്ശാന്തി, ഒരുപാട് പേരുടെ, അതുപോലെ ദേവസ്വം ഉദ്യോഗസ്ഥർ, പിയൂണ് മുതൽ ദേവസ്വം പ്രസിഡന്റ് വരെയുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ, സംസ്ഥാനം ഭരിച്ച മന്ത്രിമാർ, മറ്റു നേതാക്കൾ ഒക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കടൽ കൊള്ള ഒരുപക്ഷെ ഈ ഭൂമുഖത്ത് ശബരിമലയുടെ കേസിൽ മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് നാളെ ചരിത്രം പഠിക്കുന്ന കുട്ടികൾക്ക്, നാളെ ഇൻവെസ്റ്റിഗേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക്, LLB പഠിക്കുന്ന കുട്ടികൾക്ക്, നാളെ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കേസ് സ്റ്റഡിയായി കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് ശബരിമല. എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിലെ ഇത്രയും ജനലക്ഷങ്ങൾ വരുന്ന, കോടാനുകോടി രൂപ വരുന്ന സ്വത്തുള്ള അയ്യപ്പൻ്റെ സ്വത്ത് എങ്ങനെ വളരെ കൃത്യമായി, പ്രൊഫഷണലായി, സയൻറ്റിഫിക്കായി അടിച്ചു മാറ്റാം എന്നുള്ളത്. അതിപ്പോൾ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. 27 വർഷങ്ങൾക്ക് ശേഷം പല നാൾ ചെല്ലും കള്ളം ഒരു നാൾ പുറത്ത് വരും എന്നാണല്ലോ. കള്ളമാണെങ്കിൽ
ആ ഒരു തിയറിയിലൊക്കെ ഇത് പറയാം. പക്ഷെ 27 വർഷം എടുത്തു ഇതിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം. ഇന്നലെ വേറൊരു ജട്ടി വിഷയം ബന്ധപ്പെടുത്തി ആന്റണി രാജുവിന്റെ കേസ് 36 വർഷം, അത് കോടതിയിൽ പോയതിനു ശേഷം 36 വർഷമായി. ഇതിപ്പോ കോടതി ഇപ്പൊ പോയതല്ലേ ഉള്ളൂ. പക്ഷെ തുടക്കം വന്നിട്ട് 27 വർഷം ആകുന്നു ശബരിമലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 27 വർഷമായി ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് എത്ര കോടിയുടെ സ്വത്ത്, എത്ര കോടിയുടെ സ്വർണം, എത്ര കോടിയുടെ ആഭരണങ്ങൾ, എത്ര കോടിയുടെ വിഗ്രഹങ്ങൾ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി എന്നുള്ളതും, അതിലെത്ര വിദേശത്ത് പോയി എന്നുള്ളതും, അതിലെത്ര ഇറ്റലിയിലേക്ക് പോയി. ഇറ്റലിക്ക് നമ്മളുമായി ഒരു വലിയ ബന്ധമുണ്ട്. ഇറ്റലിയിലേക്ക് പോകുമെന്നും ഈജിപ്തിലേക്ക് പോയെന്നും ജർമ്മനിയിലേക്കും പോകും. ഈ രാജ്യങ്ങളിലാണ് ഇത് പോകുന്നത് കൂടുതൽ. അവിടേക്ക് എങ്ങനെ പോയി എന്നുള്ളതിനെക്കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് CBI വരണം എന്ന് പറയുന്നത്. അപ്പോൾ CBI വന്നാൽ കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ ഈ കേസ് അന്വേഷിക്കാൻ പറ്റും. ED വന്നിട്ടുണ്ട്. ED വന്നത് മണി ലോണ്ടറിങ്ങുമായും കള്ളപ്പണവുമായി ബന്ധപ്പെടുത്തി ബിനാമി പണവും ബിനാമി ചെക്കും ഒക്കെ അടങ്ങുന്ന ബാങ്ക് അക്കൗണ്ടിലൊക്കെ തിരിമറി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ED ഉണ്ട്. അപ്പോൾ ആ EDയുടെ അന്വേഷണവും CBIയുടെ അന്വേഷണവും CBI ഇന്റർപോളിന്റെ സഹായം കൂടെ തേടിയാൽ, ഇന്റർപോളിന്റെ സഹായം നേരത്തെ തേടിയ ഇതേപോലൊരു കേസിൽ അവസാനം ഇന്റർപോളിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടും കേന്ദ്ര ഗവൺമെന്റിലെ CBI സംവിധാനത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു കേസുണ്ട്. അത് ഇതുപോലെ ആഭരണ കേസ് തന്നെയാണ്, ശബരിമലയുടെ അല്ലെന്നേ ഉള്ളൂ. മറ്റൊരു ക്ഷേത്രത്തിലെ ആഭരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ എന്തായാലും CBI എങ്കിലും മിനിമം വരണം, ED വരണം. ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. ഇത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ CBI വരുമ്പോൾ അവർക്ക് ടൈം ഫ്രെയിം കൂടി കൊടുക്കണം. ഈ നമ്മുടെ SITക്ക് കൊടുത്തതുപോലെ 6 മാസം അല്ലെങ്കിൽ 9 മാസം അല്ലെങ്കിൽ 10 മാസം അല്ലെങ്കിൽ 12 മാസം സമയം കൂടി കറക്റ്റാക്കി കൊടുത്തിട്ട് അതിന് ഓരോ മാസത്തിലും അതിൻ്റെ റിപ്പോർട്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് ഹൈക്കോടതി അറിയിക്കണം എന്നുള്ള നിലയിലേക്കുള്ള വളരെ കൃത്യമായ ഒരു തമ്പ് റൂൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കലണ്ടർ വെച്ചുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാൻ വെച്ചുകൊണ്ട് വേണം കൃത്യമായി ഇതിലേക്ക് ശബരിമലയുടെ വിഷയത്തിലേക്ക് പോകാൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 27 വർഷമായി കൊണ്ടുപോയതിൻ്റെ കണക്ക് ഇപ്പോൾ ഈ പറയുന്ന 41 കിലോയുടെയോ 400 ഗ്രാമിൻ്റെയോ കണക്കല്ല. കോടിക്കണക്കിന് രൂപയുടെ, ആയിരക്കണക്കിന് ഗ്രാം അല്ലെങ്കിൽ കിലോ കണക്കിന്, 1000 കിലോ കണക്കിന് സ്വർണം ആണ് വിഗ്രഹത്തിൻ്റെയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളുടെയും ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന അനുബന്ധ വസ്തുക്കളുടെയും പേരിൽ എടുത്തു മാറ്റിയിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. 2 കാര്യങ്ങൾ ഇവിടെ അത്യാവശ്യമാണ്. ഒന്ന്, ഇതിൻ്റെയൊക്കെ തൊണ്ടി മുതൽ എവിടെ, ഈ കൊണ്ടുപോയ തൊണ്ടി മുതലുകൾ എവിടെ, ആർക്ക് കൊടുത്തു, ഏത് രൂപത്തിൽ കൊടുത്തു, ഏത് ഭാവത്തിൽ കൊടുത്തു, ഏത് രാജ്യത്ത് കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്താണോ കൊടുത്തത്, തൊണ്ടി മുതൽ എവിടെ? ഒന്നാമത്തെ ചോദ്യം. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ ചോദ്യമാണ്, ഈ തൊണ്ടി മുതൽ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോയി, ആർക്കൊക്കെ കൊടുത്തു, അതിൻ്റെ കണക്ഷൻസ് എവിടെയാണ്? ഇത് രണ്ടും കിട്ടാൻ ഇപ്പൊ കിട്ടിയവരെ കൊണ്ട് കഴിയുമെങ്കിൽ അങ്ങനെ ആലോചിക്കുക. കാരണം പ്രധാനപ്പെട്ട ആളുകൾ ഇപ്പം അകത്തുണ്ട്. അവരെ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി തൊട്ട് പിന്നെ പത്മകുമാർ വരെ പ്രധാനപ്പെട്ട ആളുകളിലൊക്കെ അകത്തുണ്ട്. അവരെ വെച്ചുകൊണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കി ബാക്കി കണ്ടുപിടിക്കുമോ, അതോ പുറത്തുള്ള സ്രാവുകളെ കൂടി നോക്കിക്കൊണ്ടായിരിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും വമ്പൻ സ്രാവുകളുടെ അടുത്തേക്ക് SIT പോകുന്ന കാഴ്ച ഒരു ഒന്നൊന്നര കൗതുകമുള്ള രാഷ്ട്രീയ കാഴ്ച കൂടിയാണ്.